അന്തരിച്ച CPM നേതാവ് M. ലോറൻസിന്റെ മൃതദേഹം ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോറൻസിന്റെ മകൾ ആശ ഹൈക്കോടതിയെ സമീപിച്ചതോടെ CPM നേതൃത്വം വെട്ടിലായി. ലോറൻസിന്റെ മൂത്ത മകൻ സജീവന്റെയും CPMന്റെയും തീരുമാനപ്രകാരം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് നൽകിയത് ചോദ്യം ചെയ്താണ് മകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. പിതാവുമായി ഏറെ സ്നേഹവും അടുപ്പവുമുള്ള തന്റെ അഭിപ്രായം മാനിക്കാതെയാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകിയതെന്ന് ആശ പറയുന്നു. കേസിൽ ഹൈക്കോടതി അടുത്തയാഴ്ച വാദം കേൾക്കും. അതേസമയം M. ലോറൻസിന്റെ കാര്യത്തിലെ CPM നിലപാട് ഏറെ വിവാദമായി കഴിഞ്ഞു. M. ലോറൻസ് ജീവിച്ചിരുന്നപ്പോൾ വേട്ടയാടിയ CPM മരണശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മ പോലും ഇല്ലാതാക്കാനാണ് മൃതദേഹം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് നൽകിയതെന്ന് മകൾ കുറ്റപ്പെടുത്തി. പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി അന്തരിച്ച സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ആശുപത്രിക്ക് ദാനം ചെയ്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകാൻ നേതാക്കൾ തീരുമാനിച്ചത്. മൃതദേഹം സംസ്കരിക്കുന്നത് സംബന്ധിച്ച് ലോറൻസ് രേഖാമൂലം എന്തെങ്കിലും എഴുതിവെക്കുകയോ മക്കളെ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ലോറൻസിനോട് വ്യക്തിപരമായ ശത്രുത നിലനിർത്തിയിരുന്ന എറണാകുളം ജില്ലാ നേതൃത്വം ഇത് മുതലാക്കി മൃതദേഹം ആശുപത്രിക്ക് വിട്ടു നൽകാൻ തീരുമാനിക്കുകയും മകനെക്കൊണ്ട് ഇത് അംഗീകരിപ്പിക്കുകയും ആയിരുന്നു. പാർട്ടിക്ക് അനഭിമതനായ മുൻനിര നേതാവിനെ എവിടെയെങ്കിലും അടക്കം ചെയ്ത് സ്മാരകം നിർമ്മിക്കാൻ CPM ആഗ്രഹിച്ചില്ലെന്നാണ് വിവരം. കൂടാതെ പൊതുസ്ഥലത്ത് അടക്കിയാൽ മകൾ ആശ എതിർപ്പുമായി രംഗത്തു വരുമെന്നും ഇത് ക്രിസ്ത്യൻ വിശ്വാസം വ്രണപ്പെടുത്തിയെന്ന പേരുദോഷത്തിന് ഇടയാക്കുമെന്നും CPM സംശയിച്ചു. മണ്ണിൽ നിന്ന് വന്ന മനുഷ്യൻ മണ്ണിലേക്ക് മടങ്ങണമെന്ന കാര്യത്തിൽ വിവിധ ക്രിസ്ത്യൻ സഭകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ ആവശ്യമാണ് ലോറൻസിന്റെ മകൾ മുന്നോട്ട് വെച്ചതും. എന്നാൽ ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കാൻ പാർട്ടി കണ്ടെത്തിയ സൂത്രമായിരുന്നു പുരോഗമന ചിന്ത എന്ന നിലയിൽ മൃതദേഹം ആശുപത്രിക്ക് ദാനം ചെയ്യുക എന്നത്. അവയവദാനത്തിന്റെ പ്രസക്തിയുടെ മറവിൽ ലോറൻസിനെ പാർട്ടിയും നേതാക്കളും മരണശേഷവും ചതിച്ചുവെന്നാണ് ആശ പറയുന്നത്. അങ്ങനെയെങ്കിൽ നേതാക്കളുടെ മരണശേഷം ശരീരം പഠനാവശ്യങ്ങൾക്ക് നൽകണമെന്നത് CPIMന്റെ പുതിയ പാർട്ടി പോളിസിയാക്കട്ടെ എന്ന ആവശ്യവുമായി ആശ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വന്നു. അത് ഇങ്ങനെ: ഇന്ന് തൊട്ട് മരിക്കുന്ന ഓരോ ഉന്നത നേതാവും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള PB മെമ്പേഴ്സ്, CC മെമ്പേഴ്സ്, സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സ്, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സ്, DC മെമ്പേഴ്സ്, ബ്രാഞ്ച് മെമ്പേഴ്സ്, AC മെമ്പേഴ്സ്, DYFI, SFI സഖാവായാലും സഖാത്തിയായാലും സ്വന്തം ശരീരം മരണശേഷം പഠനാവശ്യങ്ങൾക്ക് നൽകണം. അതേസമയം അപ്പന് മോക്ഷം ലഭിക്കണം, ലഭിച്ചേ മതിയാവൂ. അതിന് തടസ്സം നിൽക്കുന്ന കമ്മ്യൂണിസത്തെ ചെകുത്താന്മാരും രാക്ഷസന്മാരുമായി കാണുവെന്ന് ആശ പറയുന്നു. അപ്പന്റെയും അമ്മയുടെയും എബിയുടെയും ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണേ എന്ന അഭ്യർത്ഥനയോടെ ഇങ്ങനെ തുടരുന്നു: നീതി തേടി ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണേ. അപ്പനു വേണ്ടി, അമ്മയ്ക്കു വേണ്ടി. 4 മക്കൾ 4 ദിക്കിലായിപ്പോയി എങ്കിലും വരും തലമുറയിൽ 9 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ കമ്മ്യൂണിസത്തിന് ഒരു സ്ഥാനവും ഉണ്ടായിരിക്കരുത്. ദ ഫിയർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. കമ്മ്യൂണിസത്തിന് മനുഷ്യജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ല. കമ്മ്യൂണിസം വഴിതെറ്റിച്ചു കൊണ്ടുപോയ ഒരു 13-15കാരൻ മകനെ പോലെയാണ് എനിക്ക് എന്റെ അപ്പനെ ഓർക്കുമ്പോൾ തോന്നുന്നത്. കണ്ണുനീരിലാണ് ഞാനിത് എഴുതുന്നതെന്ന് ആശ പറയുന്നു.